കർത്താവ് നല്ലൊരു വീട് ആ കുടുംബത്തിന് ഷീജ വിൽസന് നൽകിയ സന്തോഷമാണ് സാക്ഷ്യത്തോടെ കേട്ടത്. കൈകളടിച്ച് നല്ല കർത്താവിനോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് ഭവനമില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഒരു തുണ്ട് സ്ഥലം സ്വന്തമായിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം വന്നു നിറയട്ടെ. കൈകളടിച്ച് കർത്താവിനോട് നന്ദി പറയാം. ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. സാക്ഷ്യം നൽകുന്നു അലീന ഫ്രാൻസിസ്. എൻ്റെ പേര് അലീന ഫ്രാൻസിസ്, സ്ഥലം മരോട്ടിച്ചാൽ. ഞാൻ നഴ്സിങ്ങിന് ശേഷം OET പഠിക്കാൻ പോയി. ആ സമയത്ത് ഇവിടെ മെയ് 31 ഞാൻ മാതാവിന് പുഷ്പകിരീടം വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് ഇവിടെ ആഗ്രഹിക്കുന്ന മാർക്കിൻ്റെ സ്ഥലത്ത് ഞാൻ ഫുൾ B വേണമെന്നാണ് എഴുതി കൊടുത്തത്. അന്ന് മാതാവിനുള്ള ഒരു പ്രാർത്ഥനയും കൂടെ കിട്ടിയിരുന്നു. അത് ഞാൻ എല്ലാ ദിവസവും ചെല്ലാറുണ്ട്. എക്സാമിന് പോണതിന് തലേ ദിവസം വെള്ളിയാഴ്ച ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ശനിയാഴ്ച രാവിലെ എക്സാമിന് പോയത്. എക്സാമിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ മിഠായി കഴിച്ചിട്ടാണ് പോയത്. ഞങ്ങൾക്ക് 4 മൊഡ്യൂളാണ് OET എക്സാമിനുള്ളത്. എക്സാമിൻ്റെ അന്ന് ഒന്നാമത്തെ മൊഡ്യൂൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എന്തായാലും പ്രാർത്ഥിച്ച് എഴുതി. അതുപോലെ തന്നെ സ്പീക്കിംഗ് മൊഡ്യൂൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ഒരാളെ ഫേസ് ചെയ്ത് സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ നന്നായി പ്രാർത്ഥിച്ച് എക്സാം എഴുതി. റിസൾട്ട് വരുന്നയുള്ള മുമ്പുള്ള വെള്ളിയാഴ്ചകളിൽ ഞാനിവിടെ ശുശ്രൂഷകളിൽ വന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മാതാവിനുള്ള പ്രാർത്ഥനയും എല്ലാ ദിവസവും ചൊല്ലിയിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായി എനിക്ക് OET ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഫുൾ B ലഭിക്കുകയും ഏറ്റവും കൂടുതൽ മാർക്ക് സ്പീക്കിങ്ങിന് തന്നെ ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ OET പാസ്സായതുകൊണ്ട് മാത്രം ഇപ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റില്ല, എക്സ്പീരിയൻസ് വേണം. അപ്പോൾ എക്സ്പീരിയൻസ് ഞാൻ കുറേ ഹോസ്പിറ്റലുകളിൽ CV കൊടുത്തു, എവിടുന്നും വിളിക്കുന്നുണ്ടായിരുന്നില്ല. 1 മാസം ഞാൻ വെയിറ്റ് ചെയ്തു. ആ മാസം എല്ലാ വെള്ളിയാഴ്ചയും ഞാനിവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ സെപ്റ്റംബർ 8 ഞാനിവിടെ നിയോഗം വെച്ച് കിരീടം വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. 9 തന്നെ എനിക്ക് അമല ഹോസ്പിറ്റലിൽ നിന്ന് മെയിലിൽ വന്നു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ പാസ്സാവുകയും ജോലി ലഭിക്കുകയും ചെയ്തു. ഇത്രയേറെ അനുഗ്രഹം തന്ന ജെറുസലേംനാഥനും നാഥയ്ക്കും 1000 നന്ദി പറയുന്നു. OET പരീക്ഷയിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവാനുഗ്രഹമാണ്. 2 ആ കുഞ്ഞിൻ്റെ വിശ്വാസമാണ്. 3 പരിശ്രമമാണ്. പിന്നെ പഠനമാണ്. ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ അലീന ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ പുത്രിയായി മാറുകയാണ്. എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി എന്ന് പറഞ്ഞപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു പോയി. അലീനെ നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരിയും ഹൃദയത്തുണ്ടാകുന്ന ആത്മീയ വിശ്വാസം ഞാൻ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുകയാണ്. ഒന്ന് കൈകളടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം നമുക്ക്. ഹല്ലേലൂയ, ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഇതാ ഒരു സാക്ഷ്യം പറയുന്നത് ഡീക്കൻ ആൽവിനാണ് സാക്ഷ്യം പറയുന്നത്. അത് ഒരു അനുഗ്രഹ അത്ഭുത സാക്ഷ്യമാണ്. നമ്മൾ കേൾക്കണം. ഇത് ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനെ വളരെയധികം ആത്മീയമായി വളർത്താൻ സഹായിച്ചു. ആൽവിൻ സാക്ഷ്യം നൽകുന്നു. എൻ്റെ പേര് ആൽവിൻ, ഡീക്കനാണ്. ഈ വരുന്ന ഡിസംബറിലാണ് തിരുപ്പട്ടം സ്വീകരിക്കുന്നത്. ഞാൻ ജനിച്ചത് 1993 ജനിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഈ കുട്ടിയെ നിങ്ങൾക്ക് കിട്ടില്ല എന്നാണ് അപ്പനോടും അമ്മയോടും പറഞ്ഞത്. കാരണം ഒരുപാട് രോഗങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ കിട്ടില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ ഹോസ്പിറ്റലുകാർ കൈവിട്ടു. തുടർന്ന് ജൂബിലി മിഷനിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ 2 വർഷം ചികിത്സിച്ചു. അതിനുശേഷം